നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മറുരൂപ മലയിലെ രൂപാന്തരം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ചാലും. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനുമെന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവുമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു ശിഷ്യരോട് പറഞ്ഞിരുന്നു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവരായ ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്. 6 ദിവസം കഴിഞ്ഞ ശേഷം യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടി ഉയർന്നൊരു മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. നമ്മുടെ കർത്താവ് ഈ 3 ശിഷ്യന്മാരെ ചില വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. യായിറൂസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ നേരത്തെ ഇവരെയാണ് കൊണ്ടുപോയത്. ഗത്സമനയിൽ പ്രാർത്ഥിക്കാനായി ഇവരെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ മറുമലയിൽ യേശുവിൻ്റെ തേജസ്കരണം കാണിക്കാനും ഇവരെയാണ് കൊണ്ടുപോയത്. ഒരുപക്ഷെ ഇവരായിരിക്കാം കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത്. ഭാവിയിൽ ഇവരെ കൊണ്ടായിരിക്കാം ദൈവവചനം എഴുതാൻ കർത്താവ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്, ഞങ്ങളിത് നിങ്ങളെ അറിയിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചാൽ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. യോഹന്നാനും എഴുതി, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. യേശുവിനെ തൊട്ടറിയുവാൻ യോഹന്നാനും പത്രോസിനും ഒക്കെയാണ് ഏറ്റവും അധികം കഴിഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ അപ്പോസ്തലന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് ആയിരുന്നതിനാൽ ആയിരിക്കാം ഒരുപക്ഷെ യാക്കോബിനെ മാനിച്ച് കർത്താവ് അവരോടൊപ്പം കൊണ്ടുപോയത്. എന്തായാലും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വേദപുസ്തകത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ അടുക്കടുക്കായി പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവകിരീടം നൽകുമെന്ന് വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യം എന്ന് നാം വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഇവിടെ യാക്കോബും യോഹന്നാനും പത്രോസും മറ്റ് ശിഷ്യന്മാരെക്കാൾ കർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മറുമലയിൽ യേശു ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ മുഖഭാവം മാറി, വസ്ത്രം പോലും മിന്നുന്ന ശോഭയുള്ളതായി മാറി. ആ സമയത്ത് മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പത്രോസിന് മാത്രമല്ല, ഇവിടെ നാം വായിച്ചത് ശിഷ്യന്മാർക്ക് മനസ്സിലായി എന്നാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം ദൈവരാജ്യത്തിലാകുമ്പോൾ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയാണ്. ഇത് മോശയും ഏലിയാവുമാണെന്ന് ശിഷ്യന്മാരോട് ആരും പറഞ്ഞില്ല. മോശയുടെ ഏലിയാവിൻ്റെ ഫോട്ടോ അവർ കണ്ടിട്ടില്ല. അങ്ങനൊരു സംഭവം അന്നില്ല. ആരും പറയാതെ
അവർക്ക് മനസ്സിലായി ഇത് മോശയും ഏലിയാവുമാണ്. ദൈവരാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഏതാണ് അബ്രഹാം, ഏതാണ് നോഹ, ഏതാണ് മോശ, ഏതാണ് പൗലൂസ്, ഏതാണ് പത്രോസ്, ഏതാണ് മറിയാം എന്ന് ആരോടും നമ്മൾ രഹസ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ആരും പറയാതെ നമുക്ക് മനസ്സിലാകുകയാണ്. കാരണം നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയാണ്. ഇവിടെ ഒരു ആത്മീക അർത്ഥം കർത്താവ് തെളിയിച്ച് പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത് മരിച്ച മോശ തേജസ്കരിക്കപ്പെടുകയാണ്. മരിക്കാതെ സ്വർഗാരോഹണം ചെയ്ത ഏലിയാവ് തേജസ്കരിക്കപ്പെടുകയാണ്. അവരിരുവരും തേജസ്കരിക്കപ്പെട്ട യേശുവിനെ പോലെയാകുകയാണ്. ഇതാണ് യോഹന്നാൻ എഴുതിയത്. യോഹന്നാൻ എഴുതിയത് ഈ സംഭവം കണ്ടിട്ടും കൂടെയാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇത് യോഹന്നാൻ നേരിട്ട് മറുവമലയെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ മരിച്ചവർ, കർത്താവിൽ വിശ്വസിച്ച് മരിച്ചവർ എതിർകൊള്ളുന്നവർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന, അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന വിശ്വാസികൾ തേജസ്കരിക്കപ്പെടും. അവർ യേശുവിനെ പോലെയായിട്ട് മാറുകയാണ്. നാം മണ്ണുകൊണ്ടുള്ളവരുടെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുമെന്ന് 1 കൊരിന്ത്യർ 15 അധ്യായത്തിലുണ്ട്. അത് അന്ന് യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് പത്രോസ്, ഏത് കാര്യത്തിനും പത്രോസ് എടുത്തിയാടി പറയുമല്ലോ. അങ്ങനെ ഒരു ടെമ്പർമെൻ്റ് ആണല്ലോ അദ്ദേഹത്തിനുള്ളത്. പത്രോസ് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞാൻ 3 കുടിലുണ്ടാക്കാം. ഞങ്ങൾ 1 നിനക്കും, 1 ഏലിയാവിനും, 1 മോശയ്ക്കും. താൻ പറയുന്നത് ഇന്നറിയാക്കിയാൽ പത്രോസ് അങ്ങ് പറഞ്ഞു പോയതാണ്. കാരണം അത്ര ആനന്ദ അനുഭൂതിയായിരുന്നു അവിടെ. 16 സങ്കീർത്തനത്തിൽ നിന്റെ സന്നിധി സന്തോഷവും പരിപൂർണതയും, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഈ സ്വർഗം എന്ന് പറയുന്നത് വിരസമായിരിക്കും, അവിടെ ഒരു സുഖവും ഒരു രസവും കാണത്തില്ലെന്നൊക്കെ വിചാരിക്കുന്ന പുള്ളികളുണ്ട്. പക്ഷേ സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും സന്തോഷമായിരിക്കും. യേശു പറഞ്ഞ് എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിനെന്നാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു വിരസത, അവിടെ ഒരു ഇറിറ്റേഷൻ അവിടെ നമുക്കുണ്ടാകുകയില്ല. പത്രോസ് പറഞ്ഞതുപോലെ നാം ഇടിയിക്കുന്ന അന്ന് എന്ന് നമ്മളെല്ലാവരും പറയും. ഇവിടെ പത്രോസ് അറിയാതെ ആണ് ഇങ്ങനെ പറഞ്ഞതെങ്കിലും ദൈവം പ്രതികരിച്ചു. പിതാവായ ദൈവം ഒരു മനുഷ്യനായ, ഒരു സാമാന്യനും പഠിപ്പില്ലാത്തവനുമായ ഒരു മനുഷ്യൻ്റെ വാക്കിൽ പിതാവായ ദൈവം അല്പശാസനയോടുകൂടെ ആണെങ്കിലും ഒരു മനുഷ്യൻ്റെ വാക്കിന് പ്രതികരിക്കുകയാണ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അതിൻ്റെ അർത്ഥം ദൈവത്വത്തിൽ പുത്രൻ തമ്പുരാനാണിത്. ഒരിക്കലും അവനെ അങ്ങോട്ട് ഉപദേശിക്കേണ്ട, അവൻ പറയുന്നതിന് നിങ്ങൾ ചെവി കൊടുത്ത് അവൻ പറയുന്നതിനനുസരിച്ചാൽ മതി എന്നായിരുന്നു അത്. നമ്മളൊരു കാര്യം ഓർക്കണം. മറുവമലയിൽ യേശുവിൻ്റെ ശിഷ്യൻ ഒരു അവിവേകം പറഞ്ഞു. പിതാവായ ദൈവം ശാസിച്ചുകൊണ്ട് പ്രതികരിച്ചു. എന്നാൽ കാൽവറി മലയിൽ, ഇതുപോലൊരു മലയിൽ യേശുവിനെ തലങ്ങും വിലങ്ങും അവരടിക്കുകയും ഉപദ്രവിക്കുകയും കുത്തുകയും നിന്ദിക്കുകയും തുപ്പുകയും നഗ്നനാക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ പിതാവായ ദൈവം ഒരക്ഷരം മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. നമുക്ക് വേണ്ടിയാണ്, നമ്മളെ രക്ഷിക്കാനാണ്. അതാണ് ദൈവത്തിൻ്റെ നമ്മോടുള്ള വലിയ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അർഹതകൾക്കൊക്കെ അപ്പുറത്തായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ ദൈവരാജ്യം സംഭവിക്കും. നാം തേജസ്കരിക്കപ്പെടും, കർത്താവിനെ പോലെയാകും, നമുക്ക് ജ്ഞാനമുണ്ടാകും, സന്തോഷത്തിൻ്റെ സമൃദ്ധി നാം അനുഭവിക്കാനിടയാകും. നമ്മുടെ എല്ലാ ദുഃഖവും നിരാശയും മാറും, നമുക്ക് മഹാപ്രതിഫലം ലഭിക്കും. ആ പ്രത്യാശയോടെ നമുക്ക് ദിവസങ്ങൾ കഴിക്കാം, കർത്താവിനായി പ്രവർത്തിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.